ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപികളായിരിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന യഹോവ ഭക്തന്മാരായിട്ടുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നും നാം അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് ഉറപ്പോടും ധൈര്യത്തോടും പറയുവാൻ പറ്റും, ഞാൻ എൻ്റെ ദൈവത്തെ സേവിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഭക്തനാകുന്ന മനുഷ്യനാണ് ഞാൻ. എൻ്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ആര് കേൾക്കുക തന്നെ ചെയ്യും. യഹോവയാകുന്ന ദൈവം കേൾക്കുക തന്നെ ചെയ്യും. അതിന് മാറ്റമില്ലാത്ത കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ദാവീദ് അബീമേലെക്കിൻ്റെ മുമ്പിൽ നിന്നും ഓടിപ്പോകുമ്പോൾ ഇങ്ങനെ പാടുവാൻ കഴിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവയാകുന്ന ദൈവം ദാവീദിൻ്റെ പ്രാർത്ഥന കേട്ടു. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനം ഇങ്ങനെ എഴുതിയത്, ഇല്ലയോ? അല്ലെങ്കിൽ അബീമേലെക്കിൻ്റെ മുമ്പിൽ ദാവീദ് എന്ത് ചെയ്തുവനെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ്റെ വാളിൻ്റെ വായ്ക്ക് അവൻ ഇരയായി തീർന്നേനെ. എന്നാൽ അതിനെ ഇടയാക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ യഹോവയാകുന്ന ദൈവം അവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിലും പ്രതികൂലങ്ങളും കഷ്ടങ്ങളും വേദനകളും ഒക്കെ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇല്ലാതെയായി പോകുന്നു എന്ന ഒരു ചിന്തകളൊക്കെ കടന്നു വരുമ്പോൾ, അതിൽ നിന്നൊക്കെയും കർത്താവ് നമ്മെ വിടുവിച്ചതാകുന്ന വിധങ്ങളൊക്കെ ഓർത്തു നോക്കുമ്പോഴാണ് മനസ്സിലാക്കുവാൻ കഴിയുന്ന കർത്താവ് എൻ്റെയും പ്രാർത്ഥനകൾ കേട്ടിട്ടുണ്ട് എന്നൊരു ഉറപ്പ് നമ്മൾക്ക് ലഭിക്കുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവസന്നിധിയിലായിരിക്കും ദൈവത്തിൻ്റെ ജനമേ, ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആ ദൈവസാന്നിധ്യത്തിനകത്ത് എന്തുണ്ട്? സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, നന്മയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ പോകുന്നു എങ്കിൽ അത് ഹല്ലേലൂയ മറ്റാരുടെയും കുറവല്ല, അത് നമ്മുടെ കുറവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നന്മയുടെയും ഒക്കെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരിടമാണെങ്കിൽ അത് പ്രാപിച്ചു തന്നെ നമ്മൾ എന്ത് കാണണം? കടന്നു പോകുവാൻ ഇടയാകണം. അത് പ്രാപിക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ അത് നമ്മുടെ പാപമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ പ്രൈസ് ദൈവസന്നിധിയിൽ നിന്നും നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ പ്രാപിച്ചെടുക്കുവാൻ ഇടയായി തീർന്നത് അവൻ്റെ ജീവിതത്തിൽ പാപമില്ലാത്തവനായിരുന്നത് കൊണ്ടാണ്. ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. ഒരു മനുഷ്യനെ പറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് പ്രൈസ് ദി ലോർഡ് പാപമില്ലാത്തൊരു ജീവിതം. ദൈവിക സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇടയാകുമ്പോൾ ദൈവം നൽകുന്നതാകുന്ന അനുഗ്രഹങ്ങളും ദൈവിക സന്തോഷങ്ങളും പ്രാപിച്ച് തന്നെ കടന്നു പോകണം. ഇന്ന് പകൽക്കാലം ആ സന്തോഷം, ആ അനുഗ്രഹം, ആ നന്മകൾ പ്രൈസ് ദൈവസന്നിധിയിൽ നിന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ പ്രാപിച്ചു തന്നെ മടങ്ങിപ്പോകുവാൻ ഇടയാകണം. ലോകത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ അനവധി കാര്യങ്ങൾ നമുക്ക് ലോകത്തെപ്പറ്റി പറയുവാൻ പറ്റും. ഞാൻ ഹല്ലേലൂയ 94 എൻ്റെ ജീവിതം ആരംഭിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഡിസംബർ മാസം 25 ഞാൻ 94 ഡിസംബർ 25 ഞാൻ ജോലിയോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ എൻ്റെ ഭൗതികമാകുന്ന ജീവിതം ആരംഭിച്ചത്. അന്ന് തൊട്ട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ അനേകം കമ്പനികളിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ കർത്താവ് നിലനിർത്തിയ ആ വിധങ്ങളൊക്കെ ചില ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ ഓർക്കാറുണ്ട്. പ്രൈസ് നമുക്ക് പ്രതികൂലമായി നിന്നിട്ടുള്ളവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഞാനിങ്ങനെ ഓർക്കുന്നു, എൻ്റെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്നെ ജോലി സൗദി അറേബ്യയിൽ നിന്നും എന്നെ പറഞ്ഞു വിടുവാൻ വേണ്ടി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഒരുങ്ങി നിന്ന ജനറൽ മാനേജറിൻ്റെ പേഴ്സണൽ സെക്രട്ടറി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഞാനിങ്ങനെ ഓർക്കും. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ഒരിക്കൽ എന്നോട് ഇങ്ങനെ വെളിപ്പെടുത്തി. എൻ്റെ പൊസിഷൻ എന്തുവാണെന്നറിയാമോ നിനക്ക്? GMൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ ആ സെക്രട്ടറി പറയുന്നത് ആര് കേൾക്കും? ജനറൽ മാനേജർ കേൾക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഞാൻ ദൈവം ഇതിലെ വലിയ പൊങ്ങച്ചം പറയുകയല്ല. പ്രൈസ് ആ വ്യക്തിയുടെ ജോലി പോയി എനിക്കായ പ്രസ്ഥാനത്തിൽ നീണ്ട 21 വർഷക്കാലം ജോലി ചെയ്യുവാനിടയായി. എൻ്റെ ഹല്ലേലൂയ ഏജൻസിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി അനുഭവങ്ങൾ പറയുവാൻ പറ്റും. എല്ലാ ദിവസവും വൈകുന്നേരം വന്നിരുന്ന് കരച്ചില്ല, ജോലി ചെയ്യാൻ വയ്യ. കൂടെ ജോലി ചെയ്യുന്നവർ ഒത്തിരി പല വിധത്തിൽ അവളെ വേദനിപ്പിക്കുന്നു, കരയിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഞാൻ പറയട്ടെ, പ്രൈസ് ദി ലോർഡ് അവൾ കടന്നു വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ പ്രൈസ് ദി ലോർഡ് നേഴ്സിംഗ് ഇൻചാർജ് പ്രൈസ് ദി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിൽ ആദ്യമേ കയറി, അതിനുശേഷം അവിടെ അത് പൊസിഷൻ
സൗദികൾക്ക് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞ് ആ പൊസിഷനിൽ അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു. പക്ഷേ പൊസിഷൻ കൊടുത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത്രത്തോളം കർത്താവ് നമ്മെ മാനിച്ചത് മറ്റൊന്നുമല്ല, എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന കേൾക്കുന്നവനാകുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ഒരു ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, നിൽക്കുവാൻ സാധ്യമല്ല എന്ന ഒരു തോന്നലുകൾ കടന്നു വരുമ്പോൾ, നമ്മെ ഹല്ലേലൂയ പരിഹസിക്കുമ്പോൾ, നമ്മെ ഒറ്റപ്പെടുത്തുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നാം ഏകനെന്ന് തോന്നുന്ന ജീവിത അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ പൈതലേ, സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരെ നിലവിളിക്കും വേണ്ടി തുറന്നിരിക്കുന്നു എന്ന്. ഇതാണ് നമ്മുടെ ഒരു പ്രത്യാശ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, നമ്മെ നിന്ദിപ്പിക്കുവാൻ അല്ലെങ്കിൽ നമ്മെ കരയിപ്പിക്കുവാൻ നോക്കുമ്പോൾ ഒരുപക്ഷെ സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾക്ക് കരയുവാൻ പറ്റാത്തൊരവസ്ഥയിലാണെങ്കിൽ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്നതാകുന്ന വേദനകൾ കണ്ണുനീരായി നിലവിളിയായി ദൈവസന്നിധിയിലേക്ക് പകരപ്പെടുമ്പോൾ ആ കണ്ണുനീരിന് വേണ്ടി പ്രൈസ് ദി ലോർഡ് ഹൃദയം തുറന്നിരിക്കുന്നവനാകുന്ന ഒരു ദൈവം, അതാണ് നമ്മുടെ ഒരു ധൈര്യമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പൈതലേ, ഹല്ലേലൂയ. വെറുതെ നമ്മൾ ഞായറാഴ്ച ഹല്ലേലൂയ വന്ന് ഒരു 2 പാട്ടൊക്കെ പാടി പ്രൈസ് ദി ലോർഡ് ആരാധിച്ച് ബലമേറ്റെടുത്ത് അങ്ങനെ അങ്ങ് പോവുകയല്ല. വചനത്തിൻ്റെ ആ ശക്തി നമ്മൾക്ക് പ്രാപിക്കുവാൻ കഴിയണം. പ്രൈസ് സമൂഹത്തിൽ ആര് നമ്മളെ ഒറ്റപ്പെടുത്തിയാലും, പ്രൈസ് ദി ലോർഡ് ആരൊക്കെ നമുക്ക് വിപരീതമായി നിന്നാലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മളെക്കാട്ടിലും ബലമുള്ളവൻ. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത്, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ. ഇന്ന് പ്രഭാതത്തിലും ഞാൻ ആ വചനം കേൾക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് വേണ്ടി കാര്യം നടത്തി തരുന്ന, നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാകുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള ഒരു ബോധ്യം, അതാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ നമ്മെ നയിക്കപ്പെടുന്ന ആ ശക്തി എന്ന് പറയുന്നത് നമുക്കുള്ള കൂടെ ആരുമില്ലെങ്കിലും നമ്മുടെ കൂടെ ആരുണ്ടെന്നുള്ളതാ, കർത്താവുണ്ടെന്നുള്ളത് ഒരു ധൈര്യമാണ്. ആ ധൈര്യം നമ്മൾ ഹല്ലേലൂയ ജീവിതയാത്രയിൽ എപ്പോഴും കൊണ്ട് നടക്കണം. പ്രൈസ് ദി ലോർഡ്, എൻ്റെ കണ്ണുനീരിനും എൻ്റെ നിലവിളിക്കും വേണ്ടി യഹോവയാകുന്ന ദൈവം ഹല്ലേലൂയ അവൻ തുറന്നിരിക്കുന്നു. നിലവിളിക്കും വേണ്ടി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ അവൻ്റെ ചെവി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ഭക്തന് വേണ്ടി ദൈവം ചെവി തുറക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഓർത്ത് നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ദൈവം ചെവി തുറക്കുന്നു. ആര് കേട്ടില്ലെന്ന് വന്നാലും, പ്രൈസ് നീ പറയുന്നത് ആര് കേട്ടില്ലെങ്കിലും നിനക്കുള്ള വാക്കുകൾ കേൾക്കുവാൻ ഒരുവനുണ്ട്. അതാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. അതാണ് എൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത്. ഞാൻ ഏതവസ്ഥയിലൂടെ പോയാലും എൻ്റെ വാക്കുകളെ കേൾക്കുവാൻ കഴിവുള്ളവനാകുന്ന ഒരു സർവശക്തനാകുന്ന ദൈവം, അവൻ്റെ ചെവി എൻ്റെ നിലവിളിക്ക് വേണ്ടി തുറന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ നിങ്ങൾ നിലവിളിച്ചോണം, ദൈവസന്നിധിയിൽ നിങ്ങൾ കരഞ്ഞോണം, ദൈവസന്നിധിയിൽ നിങ്ങൾ അപേക്ഷിച്ചോണം. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയുമായി തൻ്റെ ദൂതന്മാരെ യഹോവയാകുന്ന ദൈവം അയക്കും. കാലമിനി ഏറെയില്ല നമ്മൾ കഷ്ടം അനുഭവിച്ചു കൊണ്ടിരിപ്പാൻ. എല്ലാ ദിവസവും എല്ലാ നാളും ഇങ്ങനെ നിങ്ങൾ കഷ്ടം അനുഭവിപ്പാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഒരു ദിവസം ദൈവം ഹല്ലേലൂയ അതിനു വേണ്ടതാകുന്ന കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തും. ആ ചിന്തയോടെ അനുബന്ധിച്ച് തന്നെയാണ് ഇന്ന് പകൽക്കാലം ഞാനും ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യവും, ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യവും 2 വാക്യങ്ങളും ഒന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്, ഇതാണ് ഇങ്ങനെയാണ് ദൈവം തൻ്റെ മക്കളോട് കാണിക്കുന്ന സ്നേഹം അല്ലെങ്കിൽ നന്മ. മൺമയമാകുന്ന മാതാപിതാക്കൾ അവരുടെ മക്കളോട് കാണിക്കുന്നതിനേക്കാൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരുപാട് അധികമായിട്ടുള്ള സ്നേഹമാണ്, നന്മയാണ് ദൈവം തൻ്റെ മക്കളോട് കാണിക്കുന്നത്. ഈ ലോക ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സ്നേഹിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ ഹല്ലേലൂയ മൺമയമാകുന്ന മാതാപിതാക്കൾ, മാറിപ്പോകുന്ന മാതാപിതാക്കൾ, മാറിപ്പോകേണ്ടുന്ന മാതാപിതാക്കൾ, നമ്മെ വിട്ടുപോകേണ്ടുന്ന മാതാപിതാക്കൾ, പ്രൈസ് ദി ലോർഡ്, മരണത്തിലൂടെ അല്ലെങ്കിൽ ആ പ്രത്യാശയിലൂടെ അങ്ങനെ കടന്നു പോകേണ്ടുന്ന മാതാപിതാക്കൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവർ നൽകുന്നതാകുന്ന ഒരു സ്നേഹം, അവർ നൽകുന്നതാകുന്ന ഒരു നന്മ, അവർ നൽകുന്നതാകുന്ന ഒരു അനുഗ്രഹം, അതിനെക്കാട്ടിലുമൊക്കെ ഒരുപാട് അധികം, ഇരട്ടിയിലധികമായിട്ടാണ് തൻ്റെ മക്കൾക്ക് വേണ്ടി യഹോവയാകുന്ന ദൈവം കരുതി വെച്ചിട്ടുള്ളത്. ഒന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യം.
അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ, ആമേൻ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. നോക്കണമേ, അങ്ങനെ ദോഷികളാകുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ, അപ്പോൾ നോക്കണമേ, മാനുഷികമാകുന്ന നിലയിൽ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി നല്ല ദാനങ്ങളെ കൊടുപ്പാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പിതാവ്, സ്വർഗീയ പിതാവാകുന്ന നമ്മുടെ ദൈവം, വായിക്കുന്നത്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക്, തന്നോട് പ്രാർത്ഥിക്കുന്നവർക്ക്, തന്നോട് അപേക്ഷിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. രണ്ടാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസ് 11-13 വാക്യം. ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ആ വാക്യത്തിനകത്തുള്ളൂ. അങ്ങനെ ദോഷികളാകുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ, ആമേൻ. അവിടെ വരെ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഒരുപോലെയാണ് ആ വാക്യം വരുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം. നോക്കണമേ, പ്രൈസ് ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യഹോവയോട് യാചിക്കുന്ന സ്വർഗസ്ഥനാകുന്ന നമ്മുടെ പിതാവിനോട് അപേക്ഷിക്കുന്ന തൻ്റെ മക്കൾക്ക് എത്രമാത്രം അധികം നന്മ കൊടുക്കുമെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസ് പറയുകയാണ്, നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്രമാത്രം അധികം പരിശുദ്ധാത്മാവിനെ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒരു വാക്യത്തിനകത്ത് തന്നെ രണ്ട് വിധത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നന്മ എത്രയധികം കൊടുക്കുമെന്നും, രണ്ടാമത്തെ ഭാഗത്തിൽ കാണുന്നത് എന്തുവാ, പരിശുദ്ധാത്മാവിനെ എത്രമാത്രം അധികം കൊടുക്കുമെന്നും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സകലവിധ നന്മയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉറവിടം എന്ന് പറയുന്നത് എന്താ? പരിശുദ്ധാത്മാവാണ്. ഈ ലോക ജീവിതത്തിൽ നമ്മൾ നന്മകൾ അനുഭവിപ്പാൻ, അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഒരു ദൈവമക്കളുടെ ജീവിതത്തിൻ്റെ ഉറവിടമായി നിൽക്കുന്നത് ലോകത്തിലുള്ളതൊന്നുമല്ല, പരിശുദ്ധാത്മാവെന്ന ദാനമാണ്. ഈ പരിശുദ്ധാത്മാവാണ് നമുക്ക് നന്മകളെ കൊണ്ടുവരുത്തുന്നത്. ഈ പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ആയുസ്സോടെ ആയിരിക്കുന്നത്. ഇന്ന് നമ്മൾ നഷ്ടപ്പെട്ടു പോകേണ്ടുന്നവരായിരുന്നു പലപ്പോഴായിട്ട്. എന്നാൽ ഈ സങ്കീർത്തനത്തിൽ കാണുന്നത് പോലെ അസ്ഥികളൊന്നും ഒടിയാതെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോകുന്നില്ല. ദുഷ്ടൻ, അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. ഇതൊക്കെ ദുഷ്ടന് സംഭവിക്കുമ്പോൾ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഒരു അസ്ഥിക്ക് പോലും ഒരു പ്രശ്നവും സംഭവിക്കാതെ നിലനിർത്തിയിരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ നല്ല ദാനമാകുന്ന, ഈ നന്മയാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ട് മാത്രമാണ്. ഞാനിങ്ങനെ ഓർക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾ സൗദിയിലായിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, വലിയ ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ ആ ബാക്കിൽ ഞങ്ങളുടെ വണ്ടി വന്ന് ഇടിച്ചത് വോൾസ് വാഗൻ്റെ വലിയൊരു വാഹനമാണ്. പ്രൈസ് ദി ലോർഡ്, ഞങ്ങളുടെ വാഹനത്തിൻ്റെ പകുതി വണ്ടിക്കകത്ത് കയറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ വന്ന് ഇറക്കുന്നത് അന്ന് ആ സമയത്ത് ഞാൻ ചവിട്ടി യേശുവിൻ്റെ രക്തം പറഞ്ഞ്, പ്രൈസ് ദി ലോർഡ്, എഴുന്നേറ്റ് നിന്ന് ബ്രേക്ക് ചവിട്ടി മരുഭൂമിയിലോട്ട് പോയി വണ്ടി കറങ്ങി അവിടെ നിൽക്കുന്ന സമയത്ത് വന്ന് ആ സമയത്ത് തന്നെ 2 വണ്ടി, പ്രൈസ് ദി ലോർഡ്, പെട്രോൾ പോലീസ് നടത്തുന്ന അവരാണ് വന്ന് ഡോറ് തുറക്കുന്നത്. എൻ്റെ ഡോറ് മാത്രമേ തുറന്നുള്ളൂ. ബാക്കി കുഞ്ഞുങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവളും ഒക്കെ ഇരുന്ന ഡോറൊക്കെ അവർ ചവിട്ടി വലിച്ച് തുറക്കുകയാണ് ചെയ്തത്. ഒടിച്ചു പറിച്ച് എങ്ങനെയൊക്കെയോ അവർ പുറത്തിറക്കി. ഞാൻ പറയട്ടെ ദൈവത്തിൻ്റെ മക്കളെ, അവർ ചോദിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അന്നേരം ചോദിച്ചത്. അവരുടെ ഒരു പൊതുവേ ഉള്ള ഒരു സംസാരം, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞങ്ങൾക്ക് ആർക്കും ദേഹത്തിൽ ഒരു മുട്ടുപിന്ന് വീഴുന്നത് പോലും, ഒരു പാട് പോലും ഇല്ലാത്ത വിധത്തിൽ കർത്താവ് നമ്മളെ വിടുവിച്ചു. എന്താ ഞാൻ ഈ വചനം ഓർത്തപ്പോൾ ഞാൻ അന്ന് ദൈവം നടത്തിയതാകുന്ന ഈ അത്ഭുതത്തെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. പ്രൈസ് ദി ലോർഡ്. തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം നൽകുന്ന വലിയ ദാനം, പ്രൈസ് ദി ലോർഡ്, തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവ്, ഇതാണ് നമ്മെ അനർത്ഥത്തിൽ നിന്നും വിടുവിക്കുന്നത്. ഇതാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്.
ഞാനിങ്ങനെ ഓർക്കും, പ്രൈസ് ഹല്ലേലൂയ, ഞാൻ പൂനെയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എറക്ഷൻ ആൻഡ് കമ്മീഷനിങ്ങിനകത്തായിരുന്നു ജോലി. പല കമ്പനികളിൽ പോകണം, എറക്ഷൻ ചെയ്യണം, കമ്മീഷൻ ചെയ്യണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, തിരിച്ചു വരണം. ഞാൻ നഞ്ചൻകോട് നമ്മുടെ നെസ്ലെ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിയിൽ പോയി. അവിടെ ഒരു പ്ലാന്റ് എറക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പണിയല്ലാത്ത ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ പണിക്ക് വേണ്ടി എന്നെ ഒന്ന് സഹായിക്കാനായിട്ട് വിളിച്ചു. ഏകദേശം ഒരു 3 നിലയുടെ ഹൈറ്റിലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ചരിച്ച് കിടക്കുന്ന ഒരു ഭാഗത്താണ്. അവിടെ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ പൈപ്പ് ചൂടാക്കി കോപ്പറിൻ്റെ ട്യൂബുകൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ടെക്നീഷ്യന്മാരുണ്ട്. ഞാനും അതിൻ്റെ മുകളിൽ ചെന്നിട്ട് അതിനകത്ത് അവരെ ഒന്ന് സഹായിക്കാം. എൻ്റെ പണി കഴിഞ്ഞിട്ട് അല്പനിമിഷം കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ പിടി അവിടെ നിന്ന് വിട്ടുപോയി. ഞാൻ അവിടെ നിന്ന് ആ 3 നിലയുടെ മണ്ടയ്ക്ക് നിന്ന് താഴോട്ട് വരികയാണ്. പ്രൈസ് ഹല്ലേലൂയ. നമുക്ക് പറയാനുള്ള ഒരൊറ്റ വാക്കുകൾ, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം എന്നും പറഞ്ഞാൽ നമ്മൾ വരുന്നത്. ഞാൻ വരുന്നത് വന്ന് ഞാൻ പിടിച്ചത് ഒരു വലിയൊരു പൈപ്പിനകത്താണ്. അത് പഴിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു പൈപ്പ്. ആ പൈപ്പിനകത്ത് ഞാൻ പിടിച്ചു, പക്ഷേ എൻ്റെ കൈ പൊള്ളിയില്ല. പക്ഷെ ഞാൻ അവിടെ നിന്നു. പ്രൈസ് ഹല്ലേലൂയ. എന്നെ പിന്നെ ആൾക്കാർ വന്നിട്ട് പിടിച്ച് എന്നെ താഴെ ഇറക്കി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കൈപ്പാദം മുഴുവൻ കത്തിപ്പോയിരിക്കുന്നത് എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. പ്രൈസ് നോക്കണമേ ദൈവത്തിൻ്റെ ജനമേ, കർത്താവ് നമ്മെ വിടുവിക്കുക എന്ന് പറയുന്നത് അങ്ങനെ എണ്ണി പറയുവാൻ ഒത്തിരി അതിശയ പ്രവൃത്തികൾ കർത്താവ് എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. ശത്രുവായവന് പലപ്പോഴും തകർത്ത് കളയുവാൻ, ശത്രുവായവന് പലപ്പോഴും അല്ലെങ്കിൽ ഇല്ലാതെയാക്കുവാൻ, ലോകത്ത് നിന്ന് മാറ്റിച്ചു കളയുവാൻ അനവധി പദ്ധതികൾ ഒരുക്കിയപ്പോഴും യഹോവയാകുന്ന ദൈവത്തിന് ചില ഉദ്ദേശങ്ങൾ എന്നെക്കുറിച്ചുള്ളത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മധ്യേ ഞാൻ ആയിരിക്കുന്നത്. അതാണ് പ്രൈസ് ഹല്ലേലൂയ. സ്വർഗസ്ഥനാകുന്ന നിങ്ങളുടെ പിതാവ് തൻ്റെ മക്കൾക്ക് വേണ്ടി, തന്നോട് യാചിക്കുന്നവർക്ക് വേണ്ടി നൽകപ്പെടുന്ന നന്മകൾ അത് എണ്ണിയാൽ തീരത്തില്ല, പറഞ്ഞാൽ തീരത്തില്ല. അത് ഭൗതികമായിട്ടുള്ള നന്മകളല്ല. പ്രൈസ് ഹല്ലേലൂയ. അത് മാത്രമല്ല, പ്രൈസ് ഹല്ലേലൂയ, ദൈവത്തിൽ നിന്നും ലഭിക്കപ്പെടുന്നതാകുന്ന പ്രൈസ് ഹല്ലേലൂയ അലിവ്, ഔദാര്യം, സ്നേഹം, ഇങ്ങനെ പല വിധത്തിൽ നമുക്ക് ഈ ദാനത്തെ, നമുക്ക് നന്മകളെ നമുക്ക് പറയുവാൻ പറ്റും. പ്രൈസ് ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഓർക്കണം, എന്താണ് ഈ നന്മയെന്ന് പറയുന്നത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന നന്മ എന്താ? ദൈവത്തിൽ നിന്നും പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്ന, തൻ്റെ മക്കൾക്ക് വേണ്ടി യാചിക്കുന്നവർക്ക് വേണ്ടി ദൈവം നൽകപ്പെടുന്ന നന്മ എന്തുവാ? പ്രൈസ് ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കും, ഹല്ലേലൂയ, കുറച്ച് പണം നമ്മുടെ കൈകളിൽ ലഭിക്കപ്പെടട്ടെ എന്നുള്ള ചിന്തയാണോ? അല്ലെങ്കിൽ നല്ല ഉന്നത വിദ്യാഭ്യാസം ലഭിക്കപ്പെടട്ടെ എന്നുള്ളതാണോ? പ്രൈസ് ഹല്ലേലൂയ. അല്ലെങ്കിൽ നല്ല വാഹനം, നല്ല വസ്ത്രം, നല്ല പാർപ്പിടം, ഇതൊക്കെ വേണം, ഇതൊക്കെ നന്മയാണ്. അതിനെക്കാട്ടിലും അപ്പുറമായിട്ട് ദൈവത്തിൻ്റെ നന്മ എന്ന് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ പറ്റും. പ്രൈസ് ഹല്ലേലൂയ. അതിന്റെ 35-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കോസിന്റെ സുവിശേഷം 6:35. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പീൻ, ആമേൻ, അവർക്ക് നന്മ ചെയ്യുവീൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പീൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും, നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും. അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവരാകുവീൻ. നോക്കണമേ, ദൈവം നൽകപ്പെടുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് മനസ്സലിവുള്ള ഒരു ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ കഴിയുക എന്നുള്ളതാണ്. പ്രൈസ് ഹല്ലേലൂയ. അതിന്റെ 27 മുതൽ ഉള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുമ്പോൾ അതിനകത്ത് കാണുന്ന ചില പദങ്ങളുണ്ട്. അലിവ്, ഔദാര്യം, സ്നേഹം. പ്രൈസ് ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരോട് കാണിക്കേണ്ടതാകുന്ന കാര്യങ്ങൾ, ഇതൊക്കെയും ദൈവത്തിൽ നിന്നും നമ്മൾക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നതിന്റെ കാരണം പ്രൈസ് മനസ്സലിവുള്ള ഒരു ദൈവത്തെ, അല്ലെങ്കിൽ പ്രൈസ് ഹല്ലേലൂയ നല്ലവനാകുന്ന ഒരു ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ കഴിയൂ എന്നുള്ളതാണ്. പ്രൈസ് ഹല്ലേലൂയ. അതാണ് വലിയ നന്മ എന്ന് പറയുന്നത്. ഈ ലോക ജീവിതത്തിലെ ഹല്ലേലൂയ നന്മകൾ ഭൗതികമായിട്ടുള്ള നന്മകളാണ് മനുഷ്യൻ പ്രതീക്ഷിക്കുന്നതെങ്കിലും ദൈവം പറയുന്നത് പ്രൈസ് നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ ആകുന്നത് പോലെ. പ്രൈസ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം ആരാ? എൻ്റെ ദൈവത്തിന്റെ സ്വഭാവം, അവന്റെ നന്മ, അവൻ മനസ്സലിവ് കാണിക്കുന്നവനാണെന്നുള്ളതാ. ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അവൻ മനസ്സലിവുള്ളവനാകുന്നത് പോലെ നിങ്ങളും എന്താകണം?
മനസ്സലിവുള്ളവനാകണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ പ്രൈസ് ഹല്ലേലൂയ, നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തതും സൗഖ്യമാക്കി അല്ലെങ്കിൽ ലോകത്തിൽ സഞ്ചരിച്ചതുമാകുന്ന വിവരങ്ങൾ നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രൈസ് ഹല്ലേലൂയ. പൗലോസ് പറയുകയാ, പ്രൈസ് ഹല്ലേലൂയ, പറയുന്ന കാര്യം ദൈവം അവനോട് കൂടെ ഇരുന്നത്, അതാണ് യേശുവിന്റെ വലിയ നന്മ, ഇല്ലയോ? പ്രൈസ് ഹല്ലേലൂയ. യേശുദേവൻ എന്തു പറഞ്ഞാലും അത് അതുപോലെ സംഭവിക്കുന്നതിന്റെ കാരണം എന്തുവാ? പിതാവാകുന്ന ദൈവം യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമ്മുടെ ജീവിതത്തിന്റെ നന്മ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഞാൻ സേവിക്കുന്ന എൻ്റെ സ്വർഗസ്ഥനാകുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതിന് മറിച്ച് മറ്റൊന്നുമില്ല. ആ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അവൻ്റെ മനസ്സലിവ് നമ്മളോട് ഉണ്ടാകും. ആ ദൈവത്തിൻ്റെ സ്നേഹം അല്ലെങ്കിൽ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയും. അവൻ്റെ ഔദാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ കഴിയും. അവൻ്റെ അലിവ് നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ പറ്റും. ജീവിതത്തിൻ്റെ പ്രതിസന്ധി മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വർഗസ്ഥനാകുന്ന നമ്മുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്ര വലിയ നന്മ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആ വാക്ക് അങ്ങനെ അങ്ങ് പറഞ്ഞു തീർക്കുവാൻ പറ്റത്തില്ല. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന വലിയൊരു അർത്ഥമുണ്ട്. അത് നമ്മുടെ യേശുവാണ്, അത് നമ്മുടെ ദൈവമാണ്, അത് നമ്മുടെ പരിശുദ്ധാത്മാവാണ്. അതാണ് പറഞ്ഞത് 2-ാമത്തെ ഭാഗത്തിൽ ലൂക്കോസ് പറയുന്നത്, അവൻ എത്ര വലിയ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് നൽകുമെന്നുള്ളത്. പ്രൈസ് ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർക്ക് 1-ാം ലേഖനം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ എൻ്റെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില വാക്കുകളുണ്ട്. അവൻ മനസ്സലിവുള്ള പിതാവും സർവ്വ ആശ്വാസം നൽകുന്ന പിതാവും കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 1:3. മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവും. നോക്കണമേ ദൈവത്തിന്റെ ജനമേ, ഞാൻ സേവിക്കുന്ന ദൈവം എന്ന് പറയുന്നത്, എനിക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന നന്മ എന്ന് പറയുന്നത് മനസ്സലിവുള്ള ഒരു പിതാവ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാ. 2-ാമത് പറയുന്നത് എന്തുവാ? സർവ ആശ്വാസവും നൽകുന്ന പിതാവ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആശ്വാസം പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ ഈ ലോക ജീവിതത്തിൽ നമ്മെ ആശ്വസിപ്പിക്കാൻ ഒരു മനുഷ്യനും കാണത്തില്ല. ഈ ലോക ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മെ വേദനിപ്പിക്കാനും നമ്മെ ഒത്തിരിയും കൂടെ പ്രഷറിലേക്ക് കടത്തി വിടുവാനേ ആൾക്കാർ കാണും. ഞാനിങ്ങനെ ഓർക്കും, ഞാൻ പറഞ്ഞതാണോ തോന്നുന്നു, സൗദി അറേബ്യയിൽ വെച്ച് ഒരു ചെറിയ നെഞ്ചുവേദന വന്നു. നെഞ്ചുവേദന വന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ആപ്പിൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ആപ്പിൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ദേഹത്ത് മൊത്തം ഗ്യാസ് കയറി. ഞാൻ അതിനുശേഷം ആപ്പിൾ കഴിക്കുന്ന ഭയങ്കര പേടിയാണ്. ഞാൻ ആപ്പിൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കാനിരുന്നപ്പോഴത്തേക്കിന് ദേഹത്ത് മൊത്തം വേദനയായി, കൈക്ക് വേദനയായി, പുറത്ത് വേദനയായി. ജൻസി പറഞ്ഞു ഉടനെ നമുക്ക് ആശുപത്രി പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കുഞ്ഞുങ്ങളും എല്ലാവരുമായിട്ട് ഞാൻ എൻ്റെ വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴായിരിക്കുന്ന ഒരു തമിഴ്നാട്ടുകാരൻ എൻ്റെ അടുത്ത് ചോദിച്ചു, എത്ര വയസ്സായി? ഞാൻ പറയും 43 വയസ്സും കണ്ടോ. അന്നേരം 43 വയസ്സിൽ അറ്റാക്ക് വരും, 40 കഴിഞ്ഞാൽ എപ്പോഴും അറ്റാക്ക് വരും. നോക്കണേ, എന്നെ ആശ്വസിപ്പിക്കുക. ഞാൻ ദൈവമക്കളെ, ഞാനിതൊക്കെ ഓർത്ത് ഞാൻ ഒത്തിരി അനുഭവങ്ങൾ സൗദി അറേബ്യയിൽ നിന്ന് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജൻസിയും കുഞ്ഞുങ്ങളും അവളാണെങ്കിൽ ഉരുകിയിരിക്കുക. അപ്പം എമർജൻസിയിലായിരിക്കുന്ന എനിക്ക് മുമ്പിലായിരിക്കുന്ന ആൾ അയാളുടെ നമ്പറിലാണ് മുമ്പേ ഉള്ളത്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം പറഞ്ഞു. ഇയാൾക്ക് 43-ാമത്തെ വയസ്സിൽ അറ്റാക്ക് വന്നു, ഇവിടെ തന്നെ ആയിരുന്നു, ഡോക്ടർ ചികിത്സിച്ചു, എനിക്കിപ്പോൾ ഒത്തിരി ഭേദമുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ കാര്യങ്ങളൊക്കെ പറയും. ഇത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഡോക്ടറിൻ്റെ അടുത്ത് കയറിയിട്ട് പറഞ്ഞു, എൻ്റെ ഒരു സ്നേഹിതൻ പുറത്തിരിപ്പുണ്ട്, എന്നെ ആശ്വസിപ്പിക്കുകയാണ്. ഒരു സ്നേഹിതൻ പുറത്തിരിപ്പുണ്ട്, അദ്ദേഹത്തിന് നെഞ്ചുവേദന, ഡോക്ടർ എന്നെക്കാട്ടിൽ മുമ്പേ അവനെ പരിശോധിക്കണം. ഈജിപ്ഷ്യൻ ഡോക്ടറാണ്. അവരങ്ങനെയൊക്കെയുള്ള മനസ്സലിവുള്ളവന്മാർ ചില കാര്യങ്ങൾ. എന്നെ ആദ്യമേ പറഞ്ഞു, എന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അകത്ത് കയറി എൻ്റെ അടുത്ത് ECGക്ക് പറഞ്ഞു വിട്ടു. ECG എടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്തൊക്കെ ഒന്നുമില്ല. ഡോക്ടർ കഴിച്ചു, എന്തൊക്കെ കഴിച്ചു? ഞാൻ പറയുന്നതാണ് ആപ്പിളിന് ചില ഗ്യാസിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ചിലപ്പോൾ അതാവാനാണ് സാധ്യത. ഒരു ഗുളിക തന്നു, എന്തോ ഗ്യാസിൻ്റെ, ശരീരത്തിൽ ഈ മസിൽ റിലാക്സ് ചെയ്യുന്ന, മസിൽ റിലാക്സ് ചെയ്യുന്ന ഒരു ഗുളിക എഴുതി തന്നു. ഞാനത് കഴിച്ചു, എൻ്റെ വേദനയും പോയി. അപ്പം നമ്മളെ ആശ്വസിപ്പിക്കുന്നവരൊക്കെ ഹല്ലേലൂയ നമ്മുടെ ഉയിര് പോകുവാൻ വേണ്ടി തീർന്ന ആശ്വാസ വാക്കുകളുണ്ട്.
യോബിനെ പലരും ആശ്വസിപ്പിച്ചില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോബ് കഷ്ടത്തിലായി തീർന്നപ്പോൾ അവൻ്റെ സ്നേഹിതന്മാർ വന്നിട്ട് പറഞ്ഞ മുഴുവൻ ആശ്വാസവാക്കും എന്തുവാ? അവൻ ചെയ്ത പാപനിമിത്തമാ. യോബിന്റെ മേൽ കുറ്റാരോപണം നടത്തുകയാ മുഴുവനും, അവൻ്റെ സ്നേഹിതന്മാർ മുഴുവനും. ഞാൻ പുറകാല ആ വിഷയം കൊണ്ടുവരാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ജനമേ, നമ്മുടെ ദൈവം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ വായിച്ചിട്ടുണ്ട്. അവൻ മനസ്സലിവുള്ള പിതാവാ. നമ്മോട് മനസ്സലിവ് കാണിക്കുവാൻ കഴിവുള്ളവൻ എൻ്റെ ദൈവത്തിന് മാത്രമേ പറ്റൂ. കാണുന്ന കണ്ണുകൾക്ക് ആദരവ് തോന്നിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. പ്രൈസ്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ചില വാക്കുകളായത് എന്താണെന്നറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവരും ഒക്കെ ചില ഇടങ്ങളിലേക്ക് പോകുമ്പോൾ പ്രൈസ് ഹല്ലേലൂയ നമ്മോട് ആദരവ് കാണിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് ഇടപെടും. പ്രൈസ് ഹല്ലേലൂയ. നമുക്കൊരു മാന്യത നൽകുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് ഇടപെടും. അത് നിമിത്തം നമുക്കെന്ത് ലഭിക്കും? ഒരു മാന്യത ലഭിക്കും. ഞാൻ പ്രൈസ് ഹല്ലേലൂയ ഈ ദേശത്തിൽ വന്നപ്പോൾ എനിക്ക് ലഭിക്കപ്പെട്ട ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത്, ഞങ്ങളുടെ നേഴ്സിംഗ് ഹോമിലെ മാനേജറെ അല്ലെങ്കിൽ ആ കെയർ ഓഫിൽ ഞങ്ങൾക്ക് വരുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രൈസ് ഹല്ലേലൂയ. എന്നോട് വലിയ സ്നേഹമാണ്, ഞങ്ങളോട് വലിയൊരു ആദരവാണ് പുള്ളിക്കാരന്. ഞാൻ സുഖമില്ലാതെ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച സുഖമില്ലാതെ ഞാൻ അവിടെ ചെന്ന് ജോലിക്ക് വന്നു. ആ ഇടയ്ക്ക് വെച്ച് പുള്ളി എന്നെ കണ്ടു, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ജോലി ഞാൻ പറയും ഓക്കെ എന്ന് പറഞ്ഞു. പിറ്റേന്ന് ഞാൻ തീരെ വയ്യാണ്ടായി, ഞാൻ പോയില്ല. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞില്ല. എനിക്ക് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരാളെ വിളിച്ച് പറഞ്ഞു. ഇവർ പെട്ടെന്ന് അത് അറിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇനി അടുത്ത 3 ദിവസം അച്ഛൻ ജോലിക്ക് വരണ്ട, സാലറി വിത്ത് പേ. എന്നെ വിളിച്ച് പറഞ്ഞതാ. എനിക്കത് കേട്ടപ്പം വലിയ ഒരു വിഷമം പോലെ തോന്നി. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? മനസ്സലിവെന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ് മനുഷ്യരുടെ ഉള്ളിലും കർത്താവ് കൊടുത്തിട്ടുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ചില ഇടങ്ങളിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയും, ചില ഇടങ്ങളിൽ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയാതെ പോകും. എന്നാൽ നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും വലിയ ദാനമെന്ന് പറയുന്നത്, ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത്, ഈ മനസ്സലിവുള്ള ഒരു പിതാവിനെ എനിക്ക് കാണുവാൻ, കണ്ടെത്തുവാൻ, അവൻ്റെ പാദപീഠത്തിൽ ആയിരിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രൈസ് ദി ലോർഡ്, മനസ്സലിവുള്ള പിതാവും സർവ്വ ആശ്വാസവും നൽകുന്ന പിതാവ്. ജീവിതത്തിൽ ആശ്വാസം ആർക്കും നൽകുവാൻ പറ്റിയില്ലെങ്കിലും പ്രൈസ് ദി ലോർഡ് ഒരു കാര്യം കൂടെ പറയാം. എൻ്റെ മാതാവ് പ്രൈസ് ദി ലോർഡ് സൗഖ്യമില്ലാതായി മരണത്തിൻ്റെ അവസ്ഥയിലെത്തി. ഞങ്ങളെല്ലാവരും കൂടെ നാട്ടിൽ ചെന്നു. പ്രൈസ് ദി ലോർഡ് ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ സഹോദരി വന്ന് കൽക്കട്ടയിൽ ഒരു നഴ്സിംഗ് ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ ബോർഡിൽ അംഗമാണ്. അവൾ ഒരു ഡോക്ടറിനെക്കാട്ടിലും അറിവാണ് എൻ്റെ സഹോദരിക്ക്. അവൾ കയറി വന്നു, ICUവിൽ കയറി മാതാവിനെ പരിശോധിച്ചിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു 2-3 ദിവസത്തേക്കിന് മാത്രമേ അമ്മച്ചിയുടെ ആയുസ് കാണത്തുള്ളൂ, ഇനി വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എഴുതി തരാൻ പറഞ്ഞു. എഴുതി ഒപ്പിട്ടു. അപ്പോൾ ആ ഡ്രസ്സ് മാറ്റുന്നതിന് വേണ്ടി നോക്കിയപ്പോൾ അമ്മ ബ്ലഡിൽ കിടക്കുകയാണ് ICUവിൽ. പ്രൈസ് ദി ലോർഡ്. എന്ത് ചെയ്തെന്നറിയാമോ? അത് കഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ അവൾ ഒരു മരുന്ന് എഴുതി. മരുന്ന് എഴുതിയിട്ട് സിസ്റ്ററിൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഈ മരുന്ന് ഇപ്പം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. കിംസിൽ നടന്ന സംഭവമാണ് കൊല്ലത്ത്. അത് കഴിഞ്ഞിട്ട് ആ മരുന്നിൻ്റെ ലിസ്റ്റ് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ഹോസ്പിറ്റലിൽ കയറിയിട്ട് പുറത്തുനിന്ന് വന്ന ഒരാൾ മെഡിസിൻ ഡോക്ടറിൻ്റെ കൈ കൊണ്ടുകൊടുത്ത് ഡോക്ടർ അതിൻ്റെ അടിവശത്ത് ഒപ്പിട്ട് അത് കൊണ്ടുവന്ന് പെങ്ങൾ തന്നെ ഇഞ്ചക്ഷൻ ചെയ്തു. അമ്മയെ ഡ്രസ്സ് മാറ്റി. ആ ബ്ലഡിൻ്റെ പോകുന്നത് നിർത്താൻ വേണ്ടിയുള്ളൊരു ഇഞ്ചക്ഷനാണ്. അങ്ങനെ അമ്മയെ പുറത്ത് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നു കുളിപ്പിച്ച് അവിടെ കിടത്തിയപ്പോൾ ഒരു പാസ്റ്ററുടെ ഭാര്യ വന്നിട്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്ന് മിക്കവാറും പോകും. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, ഓരോ മനുഷ്യനെ ആശ്വസിപ്പിക്കുന്ന ഓരോ മനുഷ്യൻ്റെ വിവരക്കേടുകൾ. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെ മരണം സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ പറഞ്ഞു, എൻ്റെ പെങ്ങൾ പറഞ്ഞു, ആയിക്കോട്ടെ അമ്മാമേ, എന്നാൽ വെള്ളിയാഴ്ച പോകുന്നെങ്കിലൊക്കെ പോട്ടെ. അന്ന് കൊണ്ടുവന്നതേ ഉള്ള അമ്മച്ചിയെ. ശനിയാഴ്ച കഴിഞ്ഞു, ഞായറാഴ്ച ഉച്ചയ്ക്ക് ആരാധന, ചർച്ചിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് എൻ്റെ അമ്മ നിത്യതയിൽ പ്രവേശിപ്പാനിടയായി. പ്രൈസ് ദി ലോർഡ്. അതിനെക്കാട്ടിലും അതിശയമെന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ അമ്മയെ പ്രൈസ് ദി ലോർഡ് എൻ്റെ കൈകളിൽ ആ തല പൊക്കി വെച്ചിട്ട് പ്രാർത്ഥിച്ച് എൻ്റെ അമ്മയുടെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ കൊടുക്കുവാൻ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു.
പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ ദൈവത്തോട് ചോദിച്ചു വാങ്ങിയതാണ്. എൻ്റെ പിതാവ് മരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ പിതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിലോ മരണത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. കാരണം അന്ന് രാവിലെ ഞാൻ സൗദി ഇറങ്ങിയ ദിവസമാണ് എൻ്റെ പിതാവ് മരിക്കുന്നത്. തിരിച്ച് എൻ്റെ പാസ്പോർട്ട് കൊണ്ടുവന്ന് സ്പോൺസറുടെ കൈ കൊടുത്ത് അങ്ങനെ നിൽക്കും. വീണ്ടും ചെന്ന് ചോദിച്ചാൽ അയാൾ ഒരു കാരണവശാലും എന്നെ വിടില്ല. അന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ മാതാവിൻ്റെ അന്ത്യസമയങ്ങളിൽ എനിക്ക് അവിടെ ഉണ്ടാകണം, എനിക്ക് പ്രാർത്ഥിക്കണം. അതെൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഞാനതൊക്കെ ഓർക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നത്. വലിയ ഭാഗ്യപദവിയാ ദൈവത്തിൻ്റെ മക്കളെ. നമ്മുടെ ഹല്ലേലൂയ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ അറിയുന്നവനാകുന്ന ദൈവം, അല്ലെങ്കിൽ സർവ്വ ആശ്വാസവും നൽകുവാൻ കഴിവുള്ളവനാകുന്ന ഒരു ദൈവം. അതൊക്കെ പറഞ്ഞാൽ അത്ര വർണ്ണിച്ചാലും മതിയാകുകയില്ല. ഈ ഇത്ര വലിയ ഒരു നന്മയെന്ന് പറയുന്ന അതിനപ്പുറമായിട്ട് വേറെ എന്താണ് ഈ ലോക ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്നത്? ഈ നന്മ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞാൽ ഇതിനപ്പുറമായിട്ട് ലോകത്തിൽ വേറൊരു ദാനവുമില്ല, വേറൊരു നന്മയുമില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, മനസ്സലിവുള്ള പിതാവ്, സർവ്വാശ്വാസവും നൽകുന്ന ദൈവം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ജനമേ, ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ദൈവത്തിന് മാറ്റം സംഭവിക്കത്തില്ല. നമുക്കത് ഉറപ്പുണ്ടാകണം. പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ മാറുമ്പോൾ ദൈവം ആ സാഹചര്യത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല. ഒരു വാക്യം എടുക്കണം. യാക്കോബിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നും ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. ഒന്ന് വായിക്കാമോ? എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. അപ്പൊ നോക്കണമേ, കാലത്തിന്റെ ഗതികൾക്ക് മാറ്റമുണ്ട്. ആ മാറ്റത്തിനനുസരിച്ച് എൻ്റെ ദൈവത്തിന്റെ സ്വഭാവത്തിന് മാറ്റം സംഭവിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ പരീക്ഷകൾ കടന്നു വരുമ്പോൾ ആ പരീക്ഷയിൽ മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ആ പരീക്ഷയിൽ നമ്മോട് കൂടെ നടക്കുവാനും അതിൻ്റെ അവസ്ഥയിൽ നമുക്ക് നൽകേണ്ട പരിഹാരം നൽകുവാനും കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതാ പറഞ്ഞു, എല്ലാ നല്ല ദാനം, നമ്മുടെ ജീവിതത്തിൽ ലഭിക്കപ്പെടുന്ന എല്ലാ നന്മകളും അത് ഈ ലോകത്തിൽ അന്ന് ലഭിക്കുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ ദാനങ്ങൾ മുഴുവനും ലഭിക്കപ്പെടുന്നത് ഉയരത്തിൽ നിന്ന്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞത്, പരിശുദ്ധാത്മാവിനെ. അതെവിടുന്നാ വരുന്നത്? എത്രയധികം നൽകും. അല്ലല്ലേ? മത്തായി പറഞ്ഞത് എന്തുവായി? നന്മ എത്രയധികം ലഭിക്കുമെന്നാ. എന്നാൽ ലൂക്കോസ് പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ എത്രയധികം ലഭിക്കും. അപ്പൊ നമ്മുടെ നന്മകൾ വരുന്നത് എവിടെ നിന്നാ? ഉയരത്തിൽ നിന്നാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തും പ്രാപിക്കുവാൻ കഴിയും. ആ പ്രാപിക്കുവാൻ കഴിയുന്നതിന്റെ ഉറവിടം എന്ന് പറയുന്നത് സ്വർഗമാണ്, പരിശുദ്ധാത്മാവാണ്, ദൈവമാണ്, യേശുവാണ്, പിതാവാകുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന്, എങ്ങും നിന്നുമല്ല, മനുഷ്യനിൽ നിന്നല്ല, അത് വരുന്നത് സ്വർഗത്തിൽ നിന്നുമാ. ആ വെളിച്ചത്തിൽ നിന്നും വരുന്ന പിതാവിന് അല്ലെങ്കിൽ ആ ദൈവത്തിന് വികാരമോ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവൻ മാറി നിന്ന് ചിരിക്കുന്നവനല്ല, അവന് വ്യത്യാസമൊന്നുമില്ല. ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. നമുക്കറിയാം, സൂര്യന് അല്ലെങ്കിൽ ഉദിക്കുന്ന സമയത്ത് ഉദിച്ചു നിൽക്കുമ്പോൾ മനുഷ്യൻ നടക്കുന്ന സമയത്ത് എന്തോ അതിൻ്റെ നിഴലുണ്ടാകും. ഈ നിഴലിൽ ചിലപ്പോൾ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത് കാണാം, ഇല്ലയോ? ചിലപ്പോൾ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നത് കാണാം. ഇങ്ങനെയുള്ള ഒരു മാറ്റങ്ങളൊന്നും എൻ്റെ ദൈവത്തിനില്ല. ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ലാത്തവനായ എൻ്റെ ദൈവം. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ആ മാറ്റങ്ങൾ സംഭവിക്കുന്നതിനനുസരിച്ച് മാറി നിൽക്കുന്ന ദൈവമല്ല, നമ്മോട് കൂടെ നിൽക്കുവാൻ കഴിവുള്ളവനാകുന്ന ഒരു വലിയവനാകുന്ന ദൈവം. ആ ദൈവത്തിന്റെ ദാനമാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് അറിയാമോ? ദൈവത്തിന് മാറ്റമില്ലാത്തവനാണെന്നും ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ലാത്ത, വികാരമില്ലാത്ത, അതിനൊക്കെ വലിയ ആഴമേറിയ അർത്ഥങ്ങളാണ് ഉള്ളത്. നോക്കണം, ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് എടുക്കാം.
ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. അവരുടെ കൂട്ടത്തിൽ ആമേൻ. ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നീ യഹൂദാപുത്രന്മാർ ഉണ്ടായിരുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 3-4 പേരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എന്താണ്? ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ്. അവരുടെ പേരൊക്കെ മാറ്റുന്നുണ്ട്, ഇല്ലയോ? ദേവന്മാരുടെ പേരാ ഇടുന്നത്. പ്രൈസ് ദി ലോർഡ്. അവരുടെ പേര് മാറ്റിയിട്ടും അവരുടെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തിയോ? യാതൊരു മാറ്റവും അല്ലല്ലോ. പേര് മാറ്റി, പേരെന്തുമായിക്കോട്ടെ, ലോകമിട്ട പേരെന്തുമായിക്കോട്ടെ, അവന്റെ പേരിനനുസരിച്ചുള്ള ഒരു പ്രവൃത്തിയല്ല പ്രൈസ് ദി ലോർഡ് ദാനിയേലും ഹനന്യാവും മീശായേലും അസര്യാവും ചെയ്തത്. 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ ദേവന്റെ നാമധേയപ്രകാരം ബേൽശസ്സർ എന്ന് പേര് ഉള്ളവൻ, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനുമാകുന്ന ദാനിയേൽ. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദാനം, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ ലഭിക്കപ്പെട്ട ഏറ്റവും വലിയ ദാനം അല്ലെങ്കിൽ ഏറ്റവും വലിയ നന്മ എന്തുവാ? ദൈവത്തിന്റെ വിശുദ്ധ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നെബൂഖദ്നേസർ രാജാവ് തന്നെ പറയുന്ന വാക്കല്ലോ, എന്റെ ദേവന്റെ നാമധേയപ്രകാരം. ഒന്ന് വായിക്കാം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഒടുവിൽ എന്റെ ദേവന്റെ നാമധേയപ്രകാരം ബേൽശസ്സർ എന്ന് പേരുള്ളവനും വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനുമായ ദാനിയേൽ എന്റെ മുൻപിൽ വന്നു. ആമേൻ. നോക്കണമേ, ഒരു ജീവിതത്തിലേക്ക് ഒരു പ്രതിസന്ധി കടന്നു വന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് അവൻ കണ്ടതാകുന്ന സ്വപ്നം നിമിത്തമായി, അവന്റെ ജീവിതത്തിൽ ഭയപ്പാട് നിമിത്തമായി വിളറി പിടിച്ചു നിന്നപ്പോൾ, ലോകത്തിൽ അവന്റെ കൂടെ ഉണ്ടായിരുന്നവർ ആർക്കും അവനെ സഹായിപ്പാൻ കഴിയാതെ വന്നപ്പോൾ, പേര് മാറ്റിയ ഒരുവൻ, പക്ഷെ സ്വഭാവത്തിന് മാറ്റമില്ല, അവന്റെ പ്രവൃത്തിക്ക് മാറ്റമില്ല, അവന്റെ കൂടെ ഉണ്ടായിരുന്നവന് മാറ്റമില്ല. കൂടെ ഉണ്ടായിരുന്നത് ആരാ? യഹോവയാകുന്ന ദൈവത്തിന്റെ ആത്മാവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നത്. അത് നിമിത്തമായി പ്രൈസ് ദി ലോർഡ് അവന്റെ രാജ്യത്തിലേക്ക് അവന് കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുവാൻ അവൻ ഇടയായി തീർന്നു. ആ ദൈവത്തെ, ആ രാജ്യം മുഴുവനും സേവിക്കുവാൻ വേണ്ടി പ്രൈസ് ദി ലോർഡ് വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവൻ നിമിത്തമായി ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ജനമേ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. ലോകം നമ്മുടെ ഈ പേരെന്തു വേണമെങ്കിലും ഇട്ടുകൊള്ളട്ടെ, ലോകം എന്തു വേണമെങ്കിലും വിളിച്ചു കൊള്ളട്ടെ, ലോകം എന്തു വേണമെങ്കിലും നിർണയിച്ചു കൊള്ളട്ടെ, എന്നാൽ ദൈവത്തിന്റെ ദാനമാകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഉള്ള കാലത്തോളം നമ്മെ മാറ്റുവാൻ, നമ്മെ ഇല്ലാതെയാക്കുവാൻ ഒരു സിംഹത്തിന്റെ ഗുഹയ്ക്കും അല്ലെങ്കിൽ ഒരു തീച്ചൂളയ്ക്കും പ്രൈസ് ദി ലോർഡ് ഇടയാക്കാതെ നിർത്തിയത് ഈ ആത്മാവ് അവരുടെ ഉള്ളത്തിലുള്ളത് കൊണ്ടാണ്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാനത് ഇന്ന് ഈ ദിവസങ്ങളിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ 4-5 ദിവസം അവധി ആയതുകൊണ്ട് ഒത്തിരി വായിക്കാനൊക്കെ കർത്താവ് സഹായിച്ചു. ഒരു വിഷയം എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് അതിങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നത്തെ മെസ്സേജിന് വേണ്ടി ഞാൻ അത് മാറ്റി വെച്ചിട്ട്, അപ്പോൾ പൊന്നു എൻ്റെ അടുത്ത് വെച്ച്, പപ്പ കുറേ ദിവസം കൊണ്ട് ഇരിക്കുന്നില്ലയോ, ഇന്നിനി എന്തോ ഇരിക്കണ്ടേ? അപ്പം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, മക്കളെ അതല്ല, വിഷയം വേറെയാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് ഒരു വലിയ നന്മയാണ്. അത് ലോകം നൽകപ്പെടുന്ന ദാനമല്ല, അത് ഉയരത്തിൽ നിന്നും വന്ന ദാനമാണ്. ആ ദാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു സിംഹത്തിന്റെ ഗുഹയ്ക്കും നിന്നെ തകർത്ത് കളയുവാൻ സാധ്യമല്ല. ആ ദൈവിക ദാനം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു തീച്ചൂളയിലും നിന്നെ കെടുത്തിക്കളയുവാൻ സാധ്യമല്ല. ജീവിതത്തിലെ ഏത് പ്രതിസന്ധി മണ്ഡലങ്ങളിലൂടെ പോയാലും, ഏത് പ്രതികൂലത്തിന്റെ കാറ്റുകൾ നിന്റെ മേൽ ആഞ്ഞടിച്ചാലും, പ്രൈസ് ദി ലോർഡ്, സ്വർഗസ്ഥനാകുന്ന ദൈവത്തിന്റെ അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് വന്ന ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിലിരിക്കുന്നിടത്തോളം നിന്നെ നശിപ്പിച്ചു കളയുവാൻ ഒന്നിനെയും ദൈവം അനുവദിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദേവന്മാരുടെ പേര് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഹല്ലേലൂയ ജാതികളെ പോയി ആയിത്തീരുമെന്ന് അവർ വിചാരിച്ചു.
എന്നാൽ അവരുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചില്ല. അവൻ്റെ ഉള്ളിൽ പകരപ്പെട്ടിരിക്കുന്ന ഈ ആത്മാവ് അതുപോലെ തന്നെ നിന്നു. അതാണ് ഇപ്പോൾ രാജാവ് പറഞ്ഞത്, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരുവൻ എൻ്റെ രാജസന്നിധിയിൽ ഉണ്ടായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദാനമെന്ന് പറയുന്നത്. സങ്കീർത്തനക്കാരൻ്റെ പുസ്തകത്തിലേക്ക് വരും 9-ാം അധ്യായം 4-ാമത്തെ വാക്യം, നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു, നീ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ഈ ദാനമാണ് നമുക്ക് കാര്യങ്ങൾ നിർവഹിച്ചു തരുന്നത്. ഈ കാര്യമാണ് നമുക്ക് വേണ്ടി വ്യവഹരിക്കുന്നത്. ഈ ആത്മാവാണ് നമുക്ക് വേണ്ടി വ്യവഹരിക്കുന്നത്. അതൊന്ന് വായിക്കും. 9-ാം സങ്കീർത്തനം വളരെ ശക്തമാകുന്നൊരു വചനമാണ്. നീ എൻ്റെ കാര്യവും നീ എൻ്റെ വ്യവഹാരവും നടത്തിയിരിക്കുന്നു. ആമേൻ. നീ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനം. നോക്കണമേ, സ്വർഗത്തിലിരിക്കുന്ന ഉയരത്തിലിരിക്കുന്നവനാകുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി കാര്യങ്ങളെ സാധിപ്പിച്ചു തരുവാൻ കഴിവുള്ളവനാ. സ്വർഗത്തിൽ വസിക്കുന്നവനാകുന്ന ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നിടത്തോളം കാലം എൻ്റെ വ്യവഹാരം അവൻ നടത്തുക തന്നെ ചെയ്യും. ജീവിതത്തിലെ ഏതവസ്ഥയിലൂടെ പോയാലും എൻ്റെ കാര്യം നടത്തുന്ന ഒരു ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട് എന്ന ഉത്തമ ബോധ്യം ഒരു ദൈവവൈദ്യനുണ്ടാകട്ടെ. എൻ്റെ വാക്കുകളെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ വചനത്തിൽ നിങ്ങൾ ശക്തിപ്പെടണം. അല്ലലിയ, ലോകത്തിലെ നന്മകളൊന്നുമല്ല വലിയ നന്മകൾ. ദൈവം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ദാനമെന്ന് പറയുന്നത്, ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പകർന്നതാ. അത് നമ്മുടെ കാര്യം നടത്തിത്തരും, അത് നമ്മുടെ വ്യവഹാരം നടത്തിത്തരും. ശിവന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിനു മേലെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുമ്പോൾ നീ എളിയവൻ ഒരു ദുർഗവും അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലുമായിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ദൈവം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്, നീ എൻ്റെ കോട്ടയാണ്, സങ്കേതമാണ്, ശരണമാണ്. ശിയാവ് പറഞ്ഞത് എങ്ങനെയാ? ഹല്ലേലൂയ. എളിയവന് ഒരു ദുർഗം, അവൻ്റെ കഷ്ടതയിൽ ഒരു കോട്ട. ആമേൻ, പ്രൈസ് ഹല്ലേലൂയ. കഷ്ടതയിൽ കോട്ട, പ്രൈസ്, കൊടുങ്കാറ്റിൽ ശരണം, ഉഷ്ണത്തിൽ തണൽ. അത് ആത്മീയ അർത്ഥം നിങ്ങൾ ഏറ്റെടുത്തോണം. എവിടെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രൈസ് ഹല്ലേലൂയ കഷ്ടതയുടെ അവസ്ഥ വന്നിട്ടുണ്ട്, എവിടെയൊക്കെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് പോലെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ പ്രൈസലോട് ചൂട് ഹല്ലേലൂയ തരണം ചെയ്യുവാൻ പറ്റാത്ത അതിചൂട് ഹല്ലേലൂയ തീച്ചൂള പോലെ കത്തുന്ന ജീവിത അനുഭവങ്ങൾ കടന്നു വന്നിട്ടുണ്ട്, ഈ ദൈവം പ്രൈസ് ഹല്ലേലൂയ അവൻ നമുക്ക് ഇതൊക്കെയും ആയിത്തീരുന്നു. ശരണമാകുന്നു, സങ്കേതമാകുന്നു, തണലാകുന്നു, കോട്ടയാകുന്നു. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളെ, കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം ദൈവസന്നിധിക്ക് നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ പറ്റുമോ? ആമേൻ, പ്രൈസ് ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ നമ്മൾ ആനന്ദിക്കുവാനും പ്രൈസ് ഹല്ലേലൂയ ദൈവത്തിൽ നമ്മൾക്ക് വിശ്വസിക്കുവാനുമുള്ള കാരണം എന്താണെന്ന് അറിയാമോ? പ്രൈസ് ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ പ്രാപിച്ചെടുത്തിട്ടുള്ള വിടുതലുകൾ ഓർത്തു നോക്കുമ്പോൾ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവസന്നിധിയിൽ നിന്നും നമ്മൾ പ്രാപിച്ചതാകുന്ന വിടുതലുകളും നന്മകളും ഓർത്തു നോക്കുമ്പോൾ പ്രൈസ് ഹല്ലേലൂയ ആ ദൈവത്തെ കൂടുതലായിട്ട് വിശ്വസിക്കുവാനും ആ ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാനും ആ ദൈവത്തിൽ ശരണമാക്കുവാനും ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആനന്ദം കണ്ടെത്തുവാനും നമ്മെ ഇടയാക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ എത്ര കഷ്ടങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വന്നു, എത്ര പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്മേൽ കടന്നു വന്നു, എത്രയോ തവണ നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിന്മേൽ കടന്നു വന്നു. പ്രൈസ് ഹല്ലേലൂയ. നിഷ്കളങ്കനെ പോലെ പ്രൈസ് ഹല്ലേലൂയ, പ്രൈസ് ഹല്ലേലൂയ. ഇയ്യോബ് പറയുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ ദാസിയോ ഹല്ലേലൂയ എന്നോട് വാദിച്ചിട്ട് ഞാൻ അവരുടെ ന്യായം തള്ളിക്കളഞ്ഞുവെങ്കിൽ ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും? അവൻ സന്ദർശിക്കുമ്പോൾ ഞാൻ എന്ത് ഉത്തരം പറയും? പ്രൈസ് ഹല്ലേലൂയ. ഇയ്യോബ് ദൈവസന്നിധിയിൽ പറഞ്ഞ ഒരു അവസാനത്തെ ഒരു വാക്കാ. പ്രൈസ് ഹല്ലേലൂയ. എൻ്റെ ദാസനോ എൻ്റെ ദാസിയോ എന്നോട് വാദിച്ചിട്ട് ഞാൻ അവരുടെ ന്യായം തള്ളിക്കളഞ്ഞെങ്കിൽ സമൂഹം ന്യായം തള്ളിക്കളയും. സമൂഹം നിന്റെ കൂടെ നിന്നു എന്ന് വരത്തില്ല. എന്നാൽ ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യുമെന്ന് യോബ് ചോദിച്ചു. കാരണം അവൻ അങ്ങനെ ചെയ്തിട്ടില്ലാത്തവനായതുകൊണ്ടാണ്. അവൻ ആരുടെയും ന്യായം തള്ളിക്കളഞ്ഞവനായിരുന്നില്ല. അവൻ്റെ സന്നിധിയിലേക്ക് യഹോവയാകുന്ന ദൈവം സന്ദർശിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് കണ്ടെത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിഞ്ഞിട്ടില്ല. പ്രൈസ് ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ അവൻ പറയുവാനിടയായത്. പ്രൈസ് ഹല്ലേലൂയ.
അത് കഴിഞ്ഞപ്പോൾ 42-ാം അധ്യായം അതിൽ 9-ാമത്തെ വാക്യത്തിൽ ഈ ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് അവനോട് പറയുക, യോബിൻ്റെ മുഖത്തെ ദൈവം ആദരിച്ചു. ന്യായം തള്ളിക്കളയും സമൂഹം. നമ്മുടെ ന്യായത്തെ സമൂഹം തള്ളിക്കളഞ്ഞെന്ന് വന്നേക്കാം. നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കപ്പെടുന്ന ന്യായം തള്ളിക്കളഞ്ഞു വന്നേക്കാം. എന്നാൽ അതിൻ്റെ നടുവിൽ എഴുന്നേൽക്കുന്നവനാകുന്ന ഒരു ദൈവമുണ്ട്. അവൻ എഴുന്നേൽക്കുമ്പോൾ അവരെന്തു ചെയ്യുവാനിടയാകും? നിന്റെ സന്നിധിയിൽ നിനക്ക് ന്യായമുണ്ടെങ്കിൽ ആ ന്യായത്തെ നടത്തി തരുവാൻ വേണ്ടിയാണ് ദൈവം എഴുന്നേൽക്കുന്നത്. അവൻ സന്ദർശിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ന്യായം സ്ഥാപിച്ചു തരുവാൻ വേണ്ടിയാണെങ്കിൽ, അത് പറഞ്ഞവനാകുന്ന ദൈവം യോബിന്റെ മുഖത്തെ ആദരിച്ചതുപോലെ തൻ്റെ മക്കളുടെ മുഖത്തെ ആദരിക്കുന്ന ദിവസങ്ങളാകട്ടെ. തൻ്റെ ജനത്തിന്റെ മുഖത്തെ ആദരിക്കുന്ന ദിവസങ്ങളായി തീരട്ടെ. ജീവിതത്തിൽ ഏതവസ്ഥയിലൂടെ കടന്നുപോയാലും ദൈവം നിങ്ങളെ സന്ദർശിക്കുവാനിടയാകും. ദൈവം സന്ദർശിക്കുമ്പോഴാണ് അവന്റെ മുഖം നിങ്ങളെ ആദരിക്കുവാനിടയാകുന്നത്. കുറവുവശങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിച്ച് മടങ്ങി വരുവാനിടയാകട്ടെ. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ ന്യായമല്ലാത്തത് ഞാൻ ചെയ്തു പോയിട്ടുണ്ടെന്ന് സമ്മതിക്കുവാൻ ആരെങ്കിലും ഇടയാകുമെങ്കിൽ അവരുടെ മുഖത്തെ മാനിപ്പാൻ കഴിവുള്ളവനാകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഭയങ്കരന്മാരുടെ ചീറ്റലുകൾ മതിലിന് നേരെ കൊടുങ്കാറ്റുപോലെ ആഞ്ഞടിക്കുമ്പോൾ, കഴിഞ്ഞ കാലങ്ങളിൽ കൊടുങ്കാറ്റുപോലെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ആഞ്ഞടിച്ചപ്പോൾ അവൻ കഷ്ടത്തിൽ ഒരു കോട്ടയായിരുന്നില്ലേ? ദൈവത്തിന്റെ സന്നിധികൾ സമ്മതിക്കുവാൻ കഴിയുമോ? ഓ കൃപ, ഹല്ലേലൂയ. അവൻ നിനക്കൊരു കോട്ടയായി തീർന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനിടയാകണം. കൊടുങ്കാറ്റിൽ അവനോട് നിനക്ക് ശരണമായിരുന്നു എങ്കിൽ അത് ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ സ്തുതിക്കുവാനിടയാകണം. ഉഷ്ണത്തിൽ നിനക്കൊരു തണലായി അവൻ തീർന്നിട്ടുണ്ടെങ്കിൽ അത് ഓർത്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്ക് സ്തുതിക്കുവാൻ കഴിയണം. നിന്നെ ആരും ആശ്വസിപ്പിച്ചില്ലെന്ന് വന്നേക്കാം, എന്നാൽ എൻ്റെ ദൈവത്തിനൊരു ആശ്വാസമുണ്ട്. അവൻ ആശ്വസിപ്പിക്കുന്നവനാണ്, അവൻ മനസ്സലിവ് ഉള്ളവനാണ്. നിന്നെ ആരും മനസ്സലിവ് നിന്നോട് കാണിച്ചില്ലെങ്കിലും നിന്നോട് മനസ്സലിവ് കാണിക്കുവാൻ കഴിവുള്ളവനാകുന്നൊരു ദൈവമാണ്. നമ്മുടെ കുറുവാക്യത്തിലേക്ക് വരട്ടെ. അങ്ങനെ ദോഷികളാകുന്ന നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്ര നന്മ കൊടുക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നതാ, സ്വർഗസ്ഥനാകുന്ന പിതാവ് നന്മ എത്രയധികം കൊടുക്കും. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ആ വചനത്തിന് ചെറിയൊരു മാറ്റം വരുത്തി, വാക്കിനൊരു മാറ്റം വരുത്തിയിട്ട് പറയുക, സ്വർഗസ്ഥനാകുന്ന നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. നന്മയുടെ ഉറവിടമെന്ന് പറയുന്നത് ദൈവത്തിന്റെ പൈതലെ പരിശുദ്ധാത്മാവാണ്. നന്മയുടെ ഉറവിടമെന്ന് പറയുന്നത് യേശുവാണ്. നന്മയുടെ ഉറവിടമെന്ന് പറയുന്നത് നാം സേവിക്കുന്ന സ്വർഗസ്ഥനാകുന്ന നമ്മുടെ പിതാവാ. അവൻ ഉയരത്തിൽ നിന്നും തൻ്റെ കൈകളെ നീട്ടുവാനിടയാകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുന്നുവെങ്കിൽ, ആ ദൈവസ്നേഹത്തിൽ മാത്രം നമ്മളായിരിക്കുമ്പോൾ, ആ നന്മകൾ നമ്മൾ പ്രാപിച്ചു കൊണ്ടായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എത്ര വലിയ ചീറ്റലുകൾ നമ്മുടെ മതിലിന് മേലെ, നമ്മുടെ ജീവിതത്തിന് മേൽ, നമ്മുടെ കുടുംബത്തിന് മേൽ ആഞ്ഞടിച്ചാലും അവൻ തണലായി, കോട്ടയായി, ശരണമായി ഈ ആത്മാവാണ് നമ്മെ കൊണ്ടുപോകുന്നത്. അതാണ് വലിയ ദാനമെന്ന് പറയുന്നത്, അതാണ് വലിയ നന്മയെന്ന് പറയുന്നത്. ഈ നന്മ പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനാൽ സ്തോത്രം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ.